I believe there's some explanation for this universe, which you might call God. ഇലോൺ മസ്ക് ഇന്ന് ലോകം കാണുന്ന യേശുവിൻ്റേതെന്ന് പറയപ്പെടുന്ന ചിത്രം യഥാർത്ഥമല്ല, താൻ കണ്ടുപിടിച്ചതാണ് യഥാർത്ഥം എന്ന ഒരു പുതിയ വാദവുമായി ഇതാ ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. ലോകം മുഴുവൻ എല്ലാ ചർച്ചകളിലും വണങ്ങുന്ന യേശുവിൻ്റേതെന്ന് പറയപ്പെടുന്ന രൂപം സത്യമോ അതോ മിഥ്യയോ? ഇതിനെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. യേശുക്രിസ്തു കാഴ്ചയ്ക്ക് എങ്ങനെയുള്ളവനായിരുന്നു എന്ന ഒരു സബ്ജക്റ്റാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. പാശ്ചാത്യ പൗരസ്ത്യ സഭകളിലുള്ള പിതാക്കന്മാരോട് അവർ യേശുക്രിസ്തുവിനെക്കുറിച്ച് തിരുവചനാടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയിരുന്നതും അതോടൊപ്പം തന്നെ ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്റർ സർവകലാശാലയിൽ നിന്ന് വിരമിച്ച ഫോറൻസിക് നരവംശാസ്ത്രം ഉപയോഗിച്ച് കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കുന്നതിൽ മിടുക്കനായ റിച്ചാർഡ് നീവ് എന്ന മെഡിക്കൽ ആർട്ടിസ്റ്റിൻ്റെ കണ്ടുപിടുത്തത്തിൻ്റെയൊക്കെ വെളിച്ചത്തിൽ യേശുക്രിസ്തുവിൻ്റെ രൂപം എപ്രകാരമുള്ളതായിരുന്നു എന്നുള്ളത് നമ്മളിന്ന് മനസ്സിലാക്കുവാണ്. ഒപ്പം തന്നെ യേശുക്രിസ്തുവിൻ്റെ കൂടെ നടന്ന അപ്പസ്തോലന്മാരുടെ സാക്ഷ്യവും അവരുടെ മുമ്പിൽ യേശുക്രിസ്തു വന്നത് എപ്രകാരമായിരുന്നു എന്നുള്ളതും നമ്മളിന്ന് മനസ്സിലാക്കും. യേശുക്രിസ്തുവിൻ്റെ ഉയരം എത്ര, യേശുക്രിസ്തുവിൻ്റെ വണ്ണം എത്ര, യേശുക്രിസ്തു വിരൂപനായിരുന്നോ അതോ സുന്ദരനായിരുന്നോ, ഇങ്ങനെയുള്ള തെളിവുകൾ പാശ്ചാത്യ പൗരസ്ത്യ സഭയിലുള്ള പിതാക്കന്മാർ വചനാടിസ്ഥാനത്തിൽ അവർ വ്യാഖ്യാനിച്ചു തരുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ഉയരത്തെ സംബന്ധിച്ച് പാശ്ചാത്യരുടെയും പൗരസ്ത്യരുടെയും വാദത്തെ മനസ്സിലാക്കി ഒരു പുതിയ വാദവുമായി രംഗത്തെത്തി. യേശു ആരെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു. പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമായിരുന്നില്ല. ഈ ഒരു വചനത്തെ എടുത്ത് ഫ്രണ്ടിൽ വെച്ചുകൊണ്ട് റോബർട്ട് ഐസ്ലർ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹം യേശുക്രിസ്തുവിൻ്റെ പൊക്കം കണക്കാക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പൊക്കം കുറവായിരുന്നത് യേശുവിനായിരുന്നു. പൊക്കം കുറവായ വ്യക്തിക്ക് ചുറ്റും ജനക്കൂട്ടം നിന്നു കഴിഞ്ഞാൽ അതിൻ്റെ പുറമേ നിൽക്കുന്ന ഒരാളിന് പൊക്കം കുറവായ വ്യക്തിയെ കാണാൻ പറ്റത്തില്ല. അക്കാരണത്താൽ സക്കേവൂസ് എന്ത് ചെയ്തു? യേശു ആരെന്ന് കാണാൻ വേണ്ടി ഒരു മരത്തിൻ്റെ മുകളിൽ കയറി പൊക്കം കുറവായിരുന്ന യേശുവിനെ കാണാനിടയായി എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. ഈ റോബർട്ട് ഐസ്ലറിൻ്റെ വാദത്തെ ഈ ആധുനിക കാലത്തുള്ള സഭാ പണ്ഡിതന്മാരും സഭാ കേന്ദ്രങ്ങളും വേരോടെ പിഴുത് ദൂരെ കളയുകയാണ് ചെയ്തത്. പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ റോബർട്ട് ഐസ്ലറിന് യേശു പൊക്കക്കുറവാണ് എന്നുള്ളത് എവിടെ നിന്നാണ് കിട്ടിയത്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2-3 നൂറ്റാണ്ടുകളിലേക്കുള്ള കാലത്തിലേക്കാണ് നമ്മളിനി പോകുന്നത്. പൗരസ്ത്യ സഭാപിതാക്കന്മാരുടെ ഒരു വാദം ഉണ്ട്. യേശുവിൻ്റെ ഉയരത്തെയും യേശുവിൻ്റെ സൗന്ദര്യത്തെയും കുറിച്ചുള്ളതായിരുന്നു ആ വാദം. യെശയ്യാ പ്രവാചകൻ 53:2 എഴുതിയിരിക്കുന്ന വചനത്തിൻ്റെ വ്യവസ്ഥയിൽ പൗരസ്ത്യ സഭയിലുള്ള പിതാക്കന്മാർ യേശുക്രിസ്തുവിന് ഒരു രൂപം അങ്ങ് കൽപ്പിക്കാൻ തുടങ്ങി. അതെന്തൊക്കെയാണ്? തൈച്ചെടി പോലെ, വരണ്ട ഭൂമിയിൽ നിൽക്കുന്ന മുള പോലെ. അവർ വ്യാഖ്യാനിക്കുന്നത് എന്താണ്? 1, പൊക്കക്കുറവാണ്, തൈച്ചെടി പോലെ. 2, വരണ്ട ഭൂമിയിൽ നിൽക്കുന്ന മുള പോലെ. അപ്പോൾ വിരൂപന, ഒരു ആരാലും ആകർഷിക്കപ്പെടുന്നതായ ഒരു പേഴ്സണാലിറ്റി യേശുവിനില്ല. ശ്രദ്ധാർഹമായ രൂപഭംഗിയോ ഗാംഭീര്യമോ ആകർഷകമായ സൗന്ദര്യമോ അവനുണ്ടായിരുന്നില്ല. വിരൂപനാണ്, സുന്ദരനല്ല, ആരെയും ആകർഷിക്കാനുള്ള യോഗ്യതയില്ല, തൈച്ചെടിയാണ്, അപ്പോൾ പൊക്കക്കുറവാണ്, അവിരൂപനാണ്. ഈ വിധത്തിൽ പൗരസ്ത്യ സഭാപിതാക്കന്മാർ യെശയ്യാ കാണുന്ന ദർശനത്തെ യേശുക്രിസ്തുവിൻ്റെ രൂപമാക്കി അവർ അങ്ങ് വ്യാഖ്യാനിക്കാൻ തുടങ്ങി. യേശുക്രിസ്തുവിൻ്റെ ഒരു രൂപത്തെ അവർ അവരുടേതായ ഭാവനയിൽ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ മെനയാൻ തുടങ്ങി. ഇതിൽ നിന്നാണ് നമ്മുടെ കാലഘട്ടത്തിലുള്ള റോബർട്ട് ഐസ്ലറിന് യേശു ഉയരം കുറവാണ്, അത് നേരെ സക്കേവൂസിൻ്റെ സംഭവത്തിലൂടെ എടുത്തുകൊണ്ട് അദ്ദേഹം തെളിയിക്കാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ മനസ്സിലാക്കണം, 2-ാം നൂറ്റാണ്ട് 3-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ പൊങ്ങി വന്ന ഒരാശയത്തെ പുതിയ നിയമത്തിലെ മറ്റൊരു വചനവുമായി കൂട്ടിക്കുഴച്ച് യേശു പൊക്കമില്ലാത്തവനാണ് എന്ന ഒരു വാദത്തിൽ കൊണ്ടുവന്ന് സ്ഥാപിക്കാൻ പല പണ്ഡിതന്മാരും ശ്രമിച്ചു. പക്ഷേ ദൈവസഭ അതിനെ പിഴുതു കളയുകയാണ് ചെയ്തത്. സ്തോത്രം. ഈ വിധത്തിലായിരിക്കും യേശുവെന്ന് പഠിപ്പിച്ച ചില പിതാക്കന്മാരുടെ കൂട്ടത്തിൽ ജസ്റ്റിൻ തെർത്തുല്യൻ സൗന്ദര്യമില്ലാത്തവനെന്ന് അവകാശപ്പെട്ടിട്ടുണ്ട്. സിറിയാക്കാരനായ എബ്രേം, അദ്ദേഹം യേശുവിന് 4.5 അടി മാത്രമേ ഉയരമുള്ളൂ എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഒരു ജാതീയനായ സെൽസസ് എന്ന് പറയുന്ന ഒരു പണ്ഡിതനുണ്ട്. അദ്ദേഹം പറയുന്നത് യേശുക്രിസ്തു വിരൂപനാണ്, യേശുക്രിസ്തു പൊക്കം കുറഞ്ഞതാണ്, ഒരു ആകർഷകത്വം ഉള്ള വ്യക്തിയല്ല, പേഴ്സണാലിറ്റി അല്ല എന്ന് സെൽസസ് യേശുവിനെ കുറിച്ച് പറഞ്ഞു.
ഒറിജിൻ പറയുന്നു അദ്ദേഹം പറഞ്ഞത് ശരി തന്നെയാണെന്ന് ഒറിജിനും വാദിക്കുന്നുണ്ട്. പക്ഷേ മറ്റൊരു കാര്യം സെൽസസ് പറഞ്ഞതിനെ ഒറിജിൻ തള്ളിക്കളഞ്ഞു. ഭക്തിയില്ലാത്തവരുടെ മുൻപിൽ യേശുക്രിസ്തു വിരൂപനും ഭക്തി ഉള്ളവരുടെ മുൻപിൽ യേശു സൗന്ദര്യവാനുമായി പ്രത്യക്ഷപ്പെടുന്നു എന്ന് ഈ സെൽസസ് വാദിച്ചത് ഒറിജിൻ തള്ളിക്കളഞ്ഞു. യേശുവിൻ്റെ പീഡയുടെ ആധിക്യത്തെ വർണ്ണിക്കാൻ വാക്കുകളില്ലാതെ, അത് വിവരിക്കാൻ, യെശയ്യാ കണ്ട ദർശനത്തെ വിവരിക്കാനായി വാക്കുകളില്ലാതെ ഏറ്റവും താഴ്ന്ന വിധത്തിൽ അവതരിപ്പിച്ച ശൈലിയാണ് യെശയ്യാ 53 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ എന്നുള്ളതാണ് വിശുദ്ധരായ സഭാപണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നത്. അല്ലാതെ യേശുവിനിട്ട് രൂപഭംഗി, രൂപസാദൃശ്യം അങ്ങനെ അല്ല എന്ന് നല്ലതുപോലെ ഒരു കൂട്ടർ വാദിക്കുന്നുണ്ട്. ഇനി മറ്റൊരു വാദമാണ് പാശ്ചാത്യരുടെ വാദം. യേശുക്രിസ്തുവിനുള്ള ഒരു രൂപത്തെ അവർ മെനയാൻ തുടങ്ങി. ഒരിക്കലും പൗരസ്ത്യർ മെനഞ്ഞതായ രീതിയിലായിരുന്നില്ല പാശ്ചാത്യർ മെനഞ്ഞത്. അത് മറ്റൊരു തരത്തിലായിരുന്നു. അവർ അതിനായി കണ്ടെത്തിയ വചനമാണ് സങ്കീർത്തനം 45:2. നീ മനുഷ്യ മക്കളിൽ ഏറ്റവും സുന്ദരൻ, നിന്റെ അധരങ്ങളിൽ വചോവിലാസം തുളുമ്പുന്നു, ദൈവം നിന്നെ എന്നേക്കുമായി അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ ഒരു വചനത്തെ അവരെടുത്തു. ഒപ്പം തന്നെ ഉത്തമഗീതം 5:10 അവർ എടുത്തു. എൻ്റെ പ്രിയൻ അരുണനെ പോലെ തേജസ്സുറ്റവൻ, 10,000-ങ്ങളിൽ അതിശ്രേഷ്ഠൻ. പാശ്ചാത്യർ കൊണ്ടുവന്ന വാദത്തിൽ സൗന്ദര്യമുള്ളവനും സൂര്യനേക്കാൾ പ്രശോഭയുള്ളവനും ആകർഷകമുള്ളവനും തേൻ പോലെ മധുരമുള്ള വാക്കുള്ളവനും എല്ലാവരാലും ആകർഷിക്കപ്പെടുന്ന വ്യക്തിത്വമുള്ളവനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാശ്ചാത്യ പിതാക്കന്മാർ വാദിക്കാൻ തുടങ്ങി. യേശു സുന്ദരനെന്ന് വാദിക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ട പണ്ഡിതന്മാരും നിസായിലെ ഗ്രിഗറി, ജോൺ ക്രിസോസ്റ്റം, തിയഡോററ്റ്, ജെറോം തുടങ്ങിയവർ ഇക്കൂട്ടത്തിൽപ്പെടുന്നവരാണ്. ഇവരുടെ ചരിത്രപരം എന്നതിനേക്കാൾ കൂടുതൽ ആദർശപരമായ ഒരു രൂപത്തിനാണ് ഇവർ ഊന്നൽ കൊടുത്തത് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ പിയാസെൻസ എന്ന് പറയുന്ന ഒരു ദേശത്തുള്ള ഒരു തീർത്ഥാടകൻ പാലസ്തീൻ സന്ദർശിച്ചപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വിചാരണ സമയത്ത് നിന്നു എന്ന് പറയപ്പെട്ടിരുന്ന സ്ഥലത്ത് പാദം പതിഞ്ഞു എന്ന് പറയുന്ന ഒരു കല്ല് ഈ തീർത്ഥാടകൻ കാണാനിടയായി. അതിൽ ഒരു മനുഷ്യന്റെ പാദത്തിന്റെ മുദ്ര ഉണ്ടായിരുന്നു, അതിൻ്റെ അടയാളം ഉണ്ടായിരുന്നു. പാദം പതിഞ്ഞ ആ പാറയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം ധ്യാനിക്കാൻ തുടങ്ങി. ഈ പാദം ആരുടേതാണോ ആ പാദത്തിൻ്റെ ഉടമ എൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ധ്യാനിക്കാൻ തുടങ്ങി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മുൻപിൽ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. 6-6.5 അടി ഉയരമുള്ള ഒരു രൂപം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. നല്ല സുന്ദരനായ ആകർഷകത്വമുള്ള ഫേസ് ആയിരുന്നു ആ രൂപത്തിന്. മുടി ഒരല്പം ചുരുണ്ടതാണ്, നീണ്ട കൈവിരലുകളുണ്ട്. എന്തായിരുന്നു ചോദിച്ചപ്പോൾ ഫ്രണ്ടിൽ പ്രത്യക്ഷപ്പെട്ട രൂപം യേശുവാണെന്ന് പറഞ്ഞു. ഈ രൂപത്തെ അദ്ദേഹം ഒബ്സർവ് ചെയ്തിട്ട് അതുപോലെ ഒരു ചിത്രം വരച്ചു അദ്ദേഹം പാലസ്തീനിലുള്ള ഒരു ലൈബ്രറിയിൽ സൂക്ഷിച്ചു. പൗരസ്ത്യരുടെ വാദത്തെ യെശയ്യാ 53:2 പൊളിച്ചുകൊണ്ട് ഇതാ AD 570 ഒരു തീർത്ഥാടകന്റെ മുൻപിൽ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ടത് ഈ വിധമാണ്. AD 710 ആയപ്പോൾ ക്രീറ്റിലെ മെത്രാനായ ആൻഡ്രൂ വന്നിട്ട് ഈ പിയാസെൻസായിലെ തീർത്ഥാടകൻ വരച്ച ചിത്രത്തെ ശരിവച്ചു, ഇതാണ് യേശു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രസ്താവന ഇറക്കുകയും ചെയ്തു. കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ ഏകദേശം AD 800 ആയപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിളിൽ ഒരു സന്യാസി വന്നു. അദ്ദേഹത്തിന്റെ പേര് എപ്പിഫാനിയോസ് എന്നാണ്. ഈ എപ്പിഫാനിയോസിന്റെ മുമ്പിലും യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു എന്ന ഒരു വാദവുമായി അദ്ദേഹം വരാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ വാദത്തിന് യേശുക്രിസ്തുവിന് 6 അടിയോളം ഉയരമുണ്ട്. അതുപോലെ നല്ല സ്വർണ്ണ നിറമുള്ള ചുരുണ്ട തലമുടിയാണ്, കറുത്ത അർദ്ധചന്ദ്രാകൃതിയുള്ള പുരികമ, ചാര നിറമുള്ള ഉണ്ട കണ്ണാണ് ജീസസിന്, അല്പം കുനിഞ്ഞ ശിരസാണ്, നീണ്ട മുഖമാണ്. അദ്ദേഹവും വന്ന് പറഞ്ഞു മദർ മേരിയുടെ, മേരി മാതാവിൻ്റെ സെയിം പകർപ്പ് തന്നെയാണ് ജീസസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു വാദം വന്നുകൊണ്ടിരിക്കുന്നു. പാശ്ചാത്യരുടെ വാദത്തെ AD 570 തീർത്ഥാടകൻ കാണുന്നു. അത് കഴിഞ്ഞിട്ട് 710 ആ ക്രീറ്റിലെ മെത്രാൻ ആൻഡ്രൂ ശരിവെക്കുന്നു. അത് കഴിഞ്ഞ് 800 ആയപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിളിൽ എപ്പിഫാനിയോസ് എന്ന് പറയുന്ന സന്യാസിയുടെ മുമ്പിൽ ഇപ്രകാരം ഒരു രൂപം പ്രത്യക്ഷപ്പെടുന്നു. ഇതെല്ലാം സൗന്ദര്യമുള്ളതും ഇതെല്ലാം ഉയരമുള്ളതും എല്ലാവരാലും ആകർഷിക്കപ്പെടുന്നതുമായ ഒരു രൂപമാണ്. അതായത് പാശ്ചാത്യ സഭാപിതാക്കന്മാർ എന്ത് രൂപം കൊടുത്തോ ആ വിധത്തിലുള്ള രൂപം ഇവർക്കെല്ലാം പ്രത്യക്ഷപ്പെടാനും ഇവർ കാണാനും തുടങ്ങി എന്നുള്ളതാണ് സത്യം. AD 839 ആയപ്പോൾ പൗരസ്ത്യ ദേശത്തുള്ള പിതാക്കന്മാരെല്ലാവരും കൂടെ ഒരു കൗൺസിൽ കൂടി. ആ കൗൺസിലിൽ അവരെടുത്ത തീരുമാനം
യേശുക്രിസ്തുവിന് 4.5 അടി മാത്രമേ ഉയരമുള്ളൂ എന്നുള്ളതായിരുന്നു യേശുവിന് കൊടുത്ത ഉയരം. വിശ്വാസികളുടെ ഹാർട്ടിനകത്ത് യേശുവെ എന്ന് വിളിക്കുമ്പോൾ ഒരു വിരൂപമുള്ള മുഖം, ഒരു പൊക്കം കുറഞ്ഞ ഒരു മുഖം, അങ്ങനെ ആകർഷകമില്ലാത്തൊരു മുഖം, അതിനെ വിശ്വാസികളുടെ അകത്ത് ഇട്ടുകൊടുക്കാൻ ഇവർക്ക് ഈ വചനത്തിലൂടെ സാധിച്ചു. പാശ്ചാത്യർക്കോ അവർക്ക് സുന്ദരനായ നീണ്ട മുഖമുള്ള, സ്വർണ്ണ തലമുടിയുള്ള, ചുരുണ്ട തലമുടിയുള്ള, പുരുകം കൂട്ടിയോജിച്ച, ഉണ്ടക്കണ്ണായ ഇങ്ങനെ ഒരു രൂപത്തെ ഇട്ടുകൊടുക്കാൻ പൗരസ്ത്യക്കാർക്കും സാധിച്ചു. നിങ്ങൾ വിധിക്കുക. നിങ്ങളുടെ മനസ്സിൽ ഒരു രൂപമുണ്ടല്ലോ, ജീസസിനെ കുറിച്ചൊരു രൂപമുണ്ടല്ലോ, ആ രൂപം എവിടെ നിന്നാണ്, എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ 14-15 നൂറ്റാണ്ടുകളുടെ മധ്യേ പാശ്ചാത്യർക്ക് പ്രസിദ്ധമായൊരു ലേഖനം കിട്ടാൻ ഇടയായി. ലെന്തലൂസിന്റെ ലേഖനം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ആ ലേഖനത്തിൽ ഇപ്രകാരം ഒരു എഴുത്ത് കണ്ടു. അക്കാലത്ത് യേശുക്രിസ്തു എന്ന് പറയുന്ന ഒരു മനുഷ്യനെന്ന് പറയുന്നത് ശരിയാണെങ്കിൽ ഒരു വ്യക്തി ജീവിച്ചിരുന്നു. ജനങ്ങൾ അദ്ദേഹത്തെ പ്രവാചകൻ എന്ന് വിളിക്കുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യർ ദൈവപുത്രൻ എന്നാണ് വിളിക്കുന്നത്. ഇദ്ദേഹം മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്, രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്. ഒരു വട്ടം യേശുവിൻ്റെ മുഖത്ത് നോക്കുന്നവർക്ക് യേശുവിനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയത്തില്ല, അത്രയ്ക്ക് സൗന്ദര്യമുണ്ട്. നല്ല തവിട്ട് നിറത്തിലുള്ള തലമുടി, അത് തോളറ്റം വരെ ഇങ്ങ് കിടപ്പുണ്ട്. നല്ല താടിമീശയാണ്, താടിമീശയ്ക്ക് നീളം കുറവുണ്ട്. താടിയുടെ മധ്യേ ഒരു ചാലുണ്ട്, ഇങ്ങനെ താടി ചേർന്ന് വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ചാൽ ഉണ്ട്. ഈ മുടി നടുവേ 2 സൈഡിലേക്കും വകഞ്ഞിട്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് ലെന്തലൂസ് തൻ്റെ ലേഖനത്തിൽ എഴുതി വച്ചിട്ടുള്ളതെന്ന് പാശ്ചാത്യ സഭാപിതാക്കന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? പൗരസ്ത്യരുടെ എല്ലാ വാദവും പൂട്ടുന്ന വിധത്തിൽ പാശ്ചാത്യർക്ക് 14-15 നൂറ്റാണ്ടുകളുടെ മധ്യേ കിട്ടിയ ഈ രേഖ വലിയ വിലപിടിപ്പുള്ള രേഖയായി മാറി. ഇനി ആരാണ് ലെന്തലൂസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൊന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്തുള്ള ഒരു ഇതിഹാസ പുരുഷനാണ്, അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണെന്നും പാശ്ചാത്യ പിതാക്കന്മാർ കണ്ടെത്തി. അവർക്കാണ് ഈ 14-15 നൂറ്റാണ്ടുകളുടെ മധ്യത്തിൽ ഒരു ലെറ്റർ കിട്ടിയത്. നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ലെന്തലൂസ് വിവരിച്ച രൂപവുമായി എന്തെങ്കിലും സാമ്യമുണ്ടോ എന്ന് നിങ്ങൾ നോക്കിക്കേ. എന്നാൽ ഇദ്ദേഹം ആരാണ് എന്നുള്ളത് അദ്ദേഹം തന്നെ അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ ലെന്തലൂസ് ഒറിജിനലാണോ, ലേഖനം ഒറിജിനലാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ വിധി എഴുതുക. റോബർട്ട് ഐസ്ലർ കൊണ്ടുവന്ന ഒരു വാദം, പൗരസ്ത്യ ദേശത്തുള്ള പിതാക്കന്മാർ കൊണ്ടുവന്ന ഒരു വാദം, പാശ്ചാത്യർ കൊണ്ടുവന്ന മറ്റൊരു വാദം, അങ്ങനെ ജീസസിന്റെ മുഖം, രൂപം, വണ്ണം, ഉയരം, ഇങ്ങനെയുള്ള രൂപവും ഒക്കെയായി സഭാപിതാക്കന്മാർ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഈ പുതുതലമുറയിലുള്ള ഒരു വ്യക്തിക്ക് ഇന്ന് സുവിശേഷ വിരോധികളുടെ പ്രസംഗവും കേട്ട് യാഹുവയെ തെറി പറഞ്ഞ്, ക്രിസ്തീയ വിശ്വാസത്തെ തെറി പറഞ്ഞ് നരകമില്ല എന്ന് വാദിച്ച് നിൽക്കുന്ന സാത്താന്റെ ഗ്രൂപ്പായ ഗ്ലോറിയസ് ഗോസ്പൽ മീഡിയക്കൽ ടീം ദൈവവചനത്തെ വച്ചുകൊണ്ട് യേശുക്രിസ്തുവിനെയും പരിശുദ്ധാത്മാവിനെയും ആവാപിതാവിനെയും നല്ലപോലെ തെറിവിളിക്കുന്ന ഇപ്രകാരമുള്ള ടീമുകളുടെ പ്രസംഗങ്ങളും നിരീശ്വരവാദികളുടെ പ്രസംഗങ്ങളും ഇന്നത്തെ പുതുതലമുറ കേൾക്കുമ്പോൾ സാധാരണ ഒരു കുടുംബത്തിൽപ്പെട്ട അല്ലെങ്കിൽ അധികം ബൈബിളുമായി ബന്ധമില്ലാത്ത ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉള്ളിൽ ഒരു ചോദ്യം ഉണ്ടാകും. യഥാർത്ഥത്തിൽ യേശുക്രിസ്തു ഉണ്ടായിരുന്നോ, അതോ പലരുടെ സങ്കല്പമാണോ? ഒരു പുതുതലമുറയെ, ഒരു പുതിയ തലമുറയെ യേശുവിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകുന്ന ഒരു പഠിപ്പീരാണ് ഈ 2 ഗ്രൂപ്പിൽ നിന്നും അല്ലെങ്കിൽ മറ്റു പല വ്യക്തികളിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സത്യമാണ്. പ്രിയരെ, ചരിത്രകാരന്മാർ പറയുന്ന ഒരു വാദത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവാണ്. ഇസ്രായേൽ വിട്ട് അല്ലെങ്കിൽ യൂദയ വിട്ട്, പാലസ്തീൻ വിട്ട് മറ്റേതെങ്കിലും ഒരു സ്ഥലത്താണ് യേശുക്രിസ്തു ജനിക്കുകയും യേശു പ്രവർത്തിക്കുകയും മരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും അവിടെയുള്ളവർ യേശുവിൻ്റെ രൂപം വരച്ചു വച്ചേനെ. കാരണം യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവർ ഏകദൈവ വിശ്വാസി ആയത് കാരണം അവർ ഒരിക്കലും ദൈവത്തിൻ്റെ മുഖം വരയ്ക്കാൻ, ദൈവത്തെ വരയ്ക്കാൻ പാടില്ല എന്നുള്ള ഒരു കൽപ്പന ശക്തമായി നിൽക്കുന്നത് കാരണം അവരൊന്നിൻ്റെയും ഫോട്ടോ വരച്ചിട്ടില്ല എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. യേശു റോമായിലോ അതുപോലെയുള്ള മറ്റേതെങ്കിലും ജാതീയരുടെ നാട്ടിലോ ആണ് യേശുക്രിസ്തു ജനിച്ചിരുന്നതെങ്കിൽ അവർ അവരുടെ രാജാക്കന്മാരെയും അവരുടെ ദേവന്മാരെയും വരച്ചതുപോലെ യേശുക്രിസ്തു അവരുടെ ഭാഷയിൽ ഒരു ചരിത്ര പുരുഷനായിരുന്നതിനാൽ യേശുവിൻ്റെയും രൂപം വരച്ചേനെ എന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വചന അടിസ്ഥാനത്തിൽ പൗരസ്ത്യർ, പാശ്ചാത്യർ, അതുപോലെ ചില സന്യാസിമാർ, ചില മെത്രാന്മാർ, ചിലർ സിനഡുകൾ കൂടി അങ്ങനെ രൂപം കൊടുത്താലും അത് ഒറിജിനൽ രൂപം തന്നെയാകണം എന്നില്ല എന്ന വാദം
ശാസ്ത്രത്തിനുണ്ടായി. നമ്മൾ ഇനി ഇവിടെ മനസ്സിലാക്കാൻ പോകുന്നത്, ജീസസിന്റെ രൂപത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ പലർക്കും കിട്ടാതെ വന്നപ്പോൾ ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്റർ എന്ന സർവകലാശാലയിൽ നിന്ന് വിരമിച്ച പ്രശസ്തനായ മെഡിക്കൽ ആർട്ടിസ്റ്റാണ് റിച്ചാർഡ് നീവ് എന്ന് പറയുന്ന വ്യക്തി. ഫോറൻസിക് ആർക്കിയോളജിക്കൽ എവിഡൻസ് വെച്ച് ഈ റിച്ചാർഡ് നീവ് വിവാദപരമായ പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഗവൺമെന്റിനെ സഹായിച്ചിട്ടുണ്ട്. മഹാനായ നമ്മുടെ അലക്സാണ്ടറിന്റെ പിതാവായ മാസിഡോണിയയിലെ ഫിലിപ്പ് രണ്ടാമനെ ഇദ്ദേഹം വരച്ചു. ഒരു വ്യക്തിയിൽ നിന്ന് എന്തെങ്കിലും അവശേഷിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വച്ച് ആ വ്യക്തിയുടെ യഥാർത്ഥ രൂപം മെനഞ്ഞെടുക്കാൻ സഹായിക്കുന്ന റിച്ചാർഡ് നീവ് യേശുക്രിസ്തുവിൻ്റെ രൂപം വരയ്ക്കാൻ തയ്യാറായി. അദ്ദേഹം തൻ്റെ ലാബിൽ ജീസസിൻ്റെ രൂപം എപ്രകാരമുള്ളതായിരിക്കുമെന്ന് വരയ്ക്കാനായി അദ്ദേഹം തയ്യാറായി. അപ്പോൾ എല്ലാവർക്കും ജീസസിൻ്റെ ഒറിജിനൽ മുഖം കിട്ടുമെന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ ലാബിലുള്ളവർക്ക് അറിയാമായിരുന്നു. ഇദ്ദേഹം പലസ്തീൻ സന്ദർശിച്ച് ജീസസ് നടന്ന വഴികൾ, സ്ഥലങ്ങൾ ഒക്കെ സന്ദർശിച്ചു. കല്ലറയിലൊക്കെ പോയി അദ്ദേഹം പരിശോധനകൾ നടത്തി. എന്തെങ്കിലും ഒരു അസ്ഥികൂടമോ ശരീരത്തിൻ്റെ ഒരു അവശിഷ്ടമോ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ യേശുവിൻ്റെ DNA എടുത്ത് രൂപം കൊടുത്തേനെ. DNA വെച്ച് രൂപം കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. പക്ഷേ ഒരു അസ്ഥിയുമില്ല, ഒരു മാംസവുമില്ല. ശരീരത്തിൻ്റെ ഒരു ഭാഗം പോലും നീവിന് കിട്ടിയില്ല. ജീസസിൻ്റെ കാലഘട്ടത്തിൽ അവിടെ താമസിച്ച് ജീവിച്ചവരുടെ തലയോട്ടി എടുത്തിട്ട് അദ്ദേഹം കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടുകൂടെ അദ്ദേഹത്തിൻ്റെ പരീക്ഷണശാലയിൽ വെച്ച് ഇതിന് രൂപം കൊടുത്തു. ഈ പൗരസ്ത്യരും പാശ്ചാത്യരും അതുപോലെ തന്നെ മറ്റ് പലരും കണ്ടതും കേട്ടതുമായ ആ വ്യവസ്ഥയിലാണ് ഇദ്ദേഹം ഇപ്രകാരം ഒരു യേശുവിൻ്റെ രൂപം കൊടുക്കാൻ തയ്യാറായത്. ലാസ്റ്റ് വന്നപ്പോൾ ഒരിക്കലും ഇവരാരും കണ്ട വിധത്തിലുള്ള ഒരു മുഖമായിരുന്നില്ല റിച്ചാർഡ് നീവിന് കിട്ടിയ മുഖം. നിങ്ങളിപ്പോൾ കാണുന്നത് റിച്ചാർഡ് നീവിന് കിട്ടിയ മുഖമാണ്. ഈ മുഖം ഇപ്രകാരം ഇങ്ങനെ കിട്ടുമ്പോഴും തലമുടിയെ സംബന്ധിച്ച ചില പ്രശ്നങ്ങൾ നീവിൻ്റെ അകത്തടിക്കാൻ തുടങ്ങി. എല്ലാവരും ജീസസിൻ്റെ തലമുടി തോളറ്റം വരെ ഉണ്ട് എന്ന് പഠിപ്പിച്ചു. അങ്ങനെ നീവ് ബൈബിൾ പഠിക്കാൻ തുടങ്ങി. ബൈബിൾ പഠിക്കാൻ തുടങ്ങിയപ്പോൾ പുതിയ നിയമത്തിലെ ഒരു വചനം നീവിൻ്റെ ശ്രദ്ധയിൽപ്പെടാൻ തുടങ്ങി. പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്ന ഒരു വചനമാണ് അത്. പുരുഷന് നീണ്ട മുടി അപമാനമാണ്. ഈ വചനം റിച്ചാർഡ് നീവിൻ്റെ ബ്രെയിനിൽ കയറി അടിക്കാൻ തുടങ്ങി. അപ്പം നീണ്ട മുടി പുരുഷൻ അപമാനമാണെന്ന് അപ്പസ്തോലൻ എഴുതി വയ്ക്കുമ്പോൾ ഒരിക്കലും ജീസസിൻ്റെ മുടി നീണ്ടതായിരിക്കത്തില്ല എന്ന് നീവ് ഉറപ്പിച്ചു. അപ്പോൾ തന്നെ പാശ്ചാത്യ വാദത്തിൽ നമ്മളെല്ലാം കേട്ടതാണ് നീണ്ട മുടി. അന്നും പൗലോസിൻ്റെ ലേഖനമുണ്ട്, അതറിയേണ്ടത്. അപ്പോൾ വചനത്തിൻ്റെ റൂട്ടൊന്നും മറ്റുള്ളവർ പറയുന്ന റൂട്ട് മറ്റൊന്നും. നിങ്ങൾ ശ്രദ്ധിക്കുക, അത് വചനത്തിൻ്റെ വ്യവസ്ഥയിൽ നീണ്ട മുടി മാറ്റി യേശുവിന് നീളമില്ലാത്ത നോർമലിയുള്ള മുടി വയ്ക്കാൻ തുടങ്ങി. പ്രിയരെ, നമ്മൾ കാണുന്ന ചില ഫോട്ടോകളിലൊക്കെ നീണ്ട മുടി വച്ച യേശുവിനെ കാണുന്നുണ്ട്. യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഒരു യഹൂദൻ തലമുടി നീട്ടി വളർത്തണമെങ്കിൽ അവൻ നാസിർ വ്രതം എടുക്കുന്ന വ്യക്തിയായിരിക്കണം. നാസിർ വ്രതം എടുക്കുന്ന വ്യക്തിയാണ് അവന് മുടി ക്ഷൗരം ചെയ്യാൻ പാടില്ല, അവന് താടി ക്ഷൗരം ചെയ്യാൻ പാടില്ല, ക്ഷൗരക്കത്തി അവൻ്റെ മേൽ വരാൻ പാടില്ല. യേശുക്രിസ്തു നാസിർ വ്രതക്കാരനല്ലായിരുന്നു. കാരണം നാസിർ വ്രതം എടുക്കുന്നവൻ ശവശരീരത്തെ തൊടരുത്, അവൻ വീഞ്ഞു ഉപയോഗിക്കരുത്. എന്നാൽ യേശുക്രിസ്തു ശവത്തെ തൊട്ടു, ശവമഞ്ചത്തിൽ തൊട്ടു, മരിച്ചുപോയ ബാലികയെ തൊട്ടു, ശവമഞ്ചത്തിൽ കിടന്ന യുവാവിനെ തൊട്ടു. യേശുക്രിസ്തു വീഞ്ഞും ഉപയോഗിച്ചു. ഇത് രണ്ടും ചെയ്യുമ്പോൾ യേശു ഒരിക്കലും നാസിർ വ്രതക്കാരനും അല്ല എന്ന് മനസ്സിലാവും. റിച്ചാർഡ് രൂപം കൊടുത്ത യേശുവിൻ്റെ മുഖമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് എന്താണ് നമ്മൾ ആദ്യം കണ്ടതും ഇതും തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കേ. ഇത്രയും ചരിത്രപരമായി നമുക്ക് എവിടെ നിന്നും കിട്ടുന്ന രേഖകളാണ്. എന്നാൽ ചില ആർക്കിയോളജിസ്റ്റുകൾ അവർ അടങ്ങിയിരുന്നില്ല. എന്തെങ്കിലും യേശുക്രിസ്തുവിനെ കുറിച്ച് കിട്ടും എന്ന് മനസ്സിലാക്കിയിട്ട് അവരിങ്ങനെ യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന പല സ്ഥലങ്ങളും ശക്തമായി പരിശോധന ആരംഭിച്ചു. അങ്ങനെ പരിശോധന ആരംഭിച്ചപ്പോൾ അവർക്ക് ചില കാറ്റക്കോംസുകളിൽ നിന്ന്, ഭൂഗർഭ അടിയിലുള്ള ചില കല്ലറകളിൽ നിന്ന്, ഭൂമിക്കടിയിലുള്ള അല്ലെങ്കിൽ ഗുഹകളിലുള്ള ചില കല്ലറകളിൽ നിന്ന് ചില രൂപങ്ങളെ അവർക്ക് കിട്ടാൻ തുടങ്ങി. ഈ ശാസ്ത്രജ്ഞന്മാർക്ക് അല്ലെങ്കിൽ ഈ ആർക്കിയോളജിസ്റ്റുകൾക്ക് കിട്ടാൻ തുടങ്ങി. അങ്ങനെ കിട്ടിയ ചില രൂപങ്ങൾ നമ്മൾ ഇന്ന് കാണുന്ന ജീസസ് എന്ന് പറയപ്പെടുന്ന പല സഭകളും പഠിപ്പിക്കുന്ന മുഖവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ചില രൂപങ്ങളാണ് കിട്ടാൻ തുടങ്ങിയത്. 2-ാം നൂറ്റാണ്ട് 3-ാം നൂറ്റാണ്ട് കാലഘട്ടത്തുണ്ടായിരുന്ന ശവകുടീരങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ചിത്രമാണ്
ജീസസിൻ്റെ ചിത്രമാണ് ഈ കാണുന്നത്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വരച്ചു വച്ചിട്ടുള്ളത് പോലും ഒറിജിനൽ അല്ല. ഓരോ മുഖവും ഓരോ ഭാവനയാണ്. വ്യത്യസ്തമായ മുഖങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. പൗരസ്ത്യർ കൊണ്ടുവന്നത്, പാശ്ചാത്യർ കൊണ്ടുവന്നത്, 570 തീർത്ഥാടകൻ കൊണ്ടുവന്നത്, 710 ക്രീറ്റിലെ മെത്രാൻ ആൻഡ്രൂ കൊണ്ടുവന്നത്, 830 അടുത്ത സിനഡ് കൂടി തീരുമാനമെടുത്തത്, 14-15 നൂറ്റാണ്ടിൽ ലെന്തുലോസിന്റെ ലേഖനത്തിൽ ലെന്തുലോസ് പറഞ്ഞ രീതി, അതും ഇപ്പോൾ കാറ്റക്കോംസിൽ നിന്ന് കണ്ടുകിട്ടിയ ഈ ഫോട്ടോയും റിച്ചാർഡ് നീവ് വരച്ച ഈ ഫോട്ടോയും തമ്മിൽ നോക്കുമ്പോൾ ഓരോന്നിനും ഓരോ മുഖമാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ വ്യവസ്ഥയിൽ പഠിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ യേശുക്രിസ്തു ഉണ്ടായിരുന്നോ എന്നൊരു ചോദ്യം ചിലരുടെയെങ്കിലും അകത്ത് വരും. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, ബൈബിളിൽ ഇനി യേശുവിനെ കണ്ടവരുണ്ട്, യേശുക്രിസ്തുവിൻ്റെ കൂടെ നടന്നവരുണ്ട്, യേശുക്രിസ്തുവിൻ്റെ ശബ്ദം കേട്ടവരുണ്ട്, തിരിച്ചറിഞ്ഞവരുണ്ട്. യേശു ദൈവമാണ് എന്നുള്ളത് സത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവമായ യേശുവിൻ്റെ ശബ്ദം കേട്ട ചില സംഭവങ്ങളെ ഞാൻ നിങ്ങൾക്കിനി പറഞ്ഞു തരാൻ പോവുകയാണ്. പൗലോസ് കുതിരപ്പുറത്ത് ദമാസ്കസിലേക്ക് പോകുന്ന സമയത്ത് പൗലോസിന്റെ മുമ്പിൽ യേശുക്രിസ്തു ലൈവായി വന്നു. പൗലോസ് തെറിച്ചു വീണുപോയി. പൗലോസ് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. പത്രോസും യാക്കോബും യോഹന്നാനും കൂടെ താബോർ മലയിൽ പോയി. താബോർ മലയിലുള്ള അനുഭവം അവർ ഭയന്ന് നിലവിളിക്കാൻ തുടങ്ങി. അവരുടെ മുമ്പിൽ അവർ അന്ന് വരെ കണ്ടിരുന്ന രൂപമല്ല, മറ്റൊരു തരത്തിൽ യഥാർത്ഥ ദൈവം അവിടെ ഇറങ്ങി. യേശുക്രിസ്തു എന്തായിരുന്ന ആ രൂപം ഇറങ്ങിയപ്പോൾ അവർ ഭയന്ന് നിലവിളിക്കാൻ തുടങ്ങി. ഏറ്റവും കൂടുതൽ യേശുക്രിസ്തു സ്നേഹിച്ചിരുന്ന ശിഷ്യനായ യോഹന്നാൻ, ആ യോഹന്നാന്റെ ജീവിതത്തിൽ ഏറ്റവും അവസാനം ഏകദേശം AD 95-100 വെളിപാട് എഴുതുമ്പോൾ യോഹന്നാന്റെ മുമ്പിലും പ്രത്യക്ഷപ്പെട്ടു. വെളിപാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 18 വരെ നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ, എന്നോട് സംസാരിച്ച സ്വരം ശ്രവിക്കാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ സ്വർണ്ണ നിർമ്മിതമായ 7 ദീപപീഠങ്ങൾ ഞാൻ കണ്ടു. ദീപപീഠങ്ങളുടെ മധ്യേ മനുഷ്യപുത്രനെ പോലുള്ള ഒരുവൻ, അവന് പാദം വരെ നീണ്ടുകിടക്കുന്ന മേലങ്കി, മാറോടടുത്ത് സ്വർണം കൊണ്ടുള്ള ഇടക്കച്ച, അവന്റെ ശിരസും മുടിയുമാകട്ടെ വെൺമഞ്ഞു പോലെയും വെൺകമ്പിളി പോലെയും ധവളം, നയനങ്ങൾ തീജ്വാല പോലെ, പാദങ്ങൾ ചൂളയിൽ ഉരുകിയ പിച്ചള പോലെ, സ്വരം പെരുവെള്ളത്തിൻ്റെത് പോലെയും. അവന്റെ വലതു കൈയിൽ 7 നക്ഷത്രങ്ങൾ, വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മൂർച്ചയുള്ള ഇരുവായ്ത്തലവാൾ, വദനം പൂർണ്ണ ശക്തിയോടെ പ്രകാശിക്കുന്ന സൂര്യനെ പോലെ. അവനെ കണ്ടപ്പോൾ ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ വലതു കൈ എൻ്റെ മേൽ വച്ചുകൊണ്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാനാണ് ആദിയും അന്തവും. ജീവിക്കുന്നവനും ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഞാനിതാ എന്നേക്കും ജീവിക്കുന്നു. മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോലുകൾ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിച്ച യേശുക്രിസ്തു. അത്യുന്നതനായ ദൈവത്തെ ലൈവ് കണ്ടവൻ്റെ അവസ്ഥ കണ്ടോ? അപ്പോൾ PR സെൻസായിലെ പാറയിൽ ഇങ്ങനെ പാദം പതിഞ്ഞ ആ തീർത്ഥാടകന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടത് എങ്ങനെയായിരുന്നു? ഇവിടെ മാറോട് ചാരിക്കിടക്കാൻ അനുവാദം കൊടുത്ത യോഹന്നാൻ ഇവിടെ നിലത്തടിച്ച് വീഴുവാണ്, ഭയന്ന് നിലത്തടിച്ച് വീഴുവാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഞാനിത് എന്തിനാണ് പറഞ്ഞു വരുന്നത്? ബുദ്ധി കൊണ്ട് ദൈവത്തെ ഭാവനയിൽ അളക്കുകയും ബുദ്ധി കൊണ്ട് വരയ്ക്കുകയും ചെയ്തവരുണ്ട്. അവരുടെ മുൻപിൽ അവരുദ്ദേശിക്കുന്ന ലെവലിലുള്ള ഒരു രൂപം വരും. പക്ഷേ അത്യുന്നതനായ യേശുക്രിസ്തു ഭാവനയിൽ വിരിയുന്നതല്ല. അത്യുന്നതനായ ദൈവം അത് വേറെയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളെ നമുക്ക് കേൾക്കാം. കർത്താവായ ദൈവം അരുളി ചെയ്യുന്നു, സ്വർഗം എൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ പാദപീഠവും. എന്തു ഭവനമാണ് നിങ്ങൾ എനിക്ക് നിർമ്മിക്കുക? ഏതാണ് എൻ്റെ വിശ്രമസ്ഥലം? കർത്താവ് അരുളി ചെയ്യുന്നു. താൻ എന്താണ് എന്ന് ദൈവം തന്നെ വെളിപ്പെടുത്തി തരികയാണ്. സ്വർഗം എൻ്റെ സിംഹാസനമാണ്, ഭൂമി എൻ്റെ പാദപീഠമാണ്. നിങ്ങൾ കണ്ട ഏതെങ്കിലും രൂപങ്ങൾ, നിങ്ങളുടെ ഹാർട്ടിനകത്ത് ദൈവമെന്ന് പറഞ്ഞു വച്ചിട്ടുള്ള രൂപങ്ങൾ, ഈ വിധത്തിലുള്ള ഇമേജ് ആണോ? ഈ വചന വ്യവസ്ഥയിലുള്ളതാണോ നിങ്ങൾ കാണുന്നത്? അല്ല. ദൈവത്തിന്റെ രൂപത്തെക്കുറിച്ച് യേശു തന്നെ പറഞ്ഞു തരുന്നുണ്ട്. ദൈവം ആത്മാവാണ്. അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. ഒരു മനുഷ്യൻ വരച്ചു തന്ന
ഛായാചിത്രത്തിൽ നോക്കി യേശുവെന്ന് വിളിക്കാനല്ല യേശുക്രിസ്തു പഠിപ്പിച്ചത്. ആബാപിതാവ് പറഞ്ഞു തന്നത് സ്വർഗം എന്റെ സിംഹാസനം, ഭൂമി എന്റെ പാദപീഠം എന്ന് പഠിപ്പിച്ചെങ്കിൽ, ദൈവം ആത്മാവാണ് എന്ന് പഠിപ്പിച്ചെങ്കിൽ, നിന്റെ പ്രാർത്ഥന ജീവിതം, നിന്റെ ആരാധന രീതി, നീ എവിടെ നോക്കി പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, നീ മനുഷ്യനിർമ്മിത വിഗ്രഹങ്ങളിലാണോ അതോ ആത്മാവായ യേശുവിനെയാണോ നീ നോക്കി പ്രാർത്ഥിക്കേണ്ടത്? ഞാൻ എന്തിനാണ് നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത്? ഞാൻ എന്തിനാണ് ഈ ഒരു വിഷയം എടുത്തത്? നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ഹാർട്ടിനകത്ത് യഥാർത്ഥമായ യേശുക്രിസ്തു വന്നില്ലെങ്കിൽ നമ്മൾ ഇന്നുവരെ പ്രാർത്ഥിച്ചത് വെറുതെയാകും. വിഗ്രഹത്തിന് ദൈവവുമായി എന്തു ബന്ധം എന്ന് ചോദിച്ചിട്ടുണ്ട് പൗലോസ്. നമ്മൾ ആരുടെ കൂടെയാണ് നമ്മളിനി നിൽക്കുന്നത്? ഊഹാപോഹത്തിൽ ജീസസിനെ വരച്ചവനെയോ അല്ലെങ്കിൽ ഊഹാപോഹത്തിൽ ജീസസിനെ കണ്ടവനെയോ വചനത്തിൻ്റെ ആന്തരിക അർത്ഥം മനസ്സിലാക്കാതെ, പരിശുദ്ധാത്മാവ് ഉദ്ദേശിച്ച അർത്ഥതലം മനസ്സിലാക്കാതെ, അതിനെ ഭൗതികമായി വ്യാഖ്യാനിച്ചെഴുതിയ പിതാക്കന്മാർ കാണിച്ചു തന്ന റൂട്ടിലാണോ, അതോ ശാസ്ത്രം കാണിച്ചു തന്ന റൂട്ടിലാണോ, അതോ കാറ്റക്കോംസ് കാണിച്ചു തന്ന റൂട്ടിലാണോ, അതോ പരിശുദ്ധാത്മാവ് അപ്പസ്തലന്മാർക്ക് കാണിച്ചു കൊടുത്ത റൂട്ടിലാണോ നീ ജീസസിനെ വിശ്വസിക്കാൻ പോകുന്നത്?